നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എജ്യൂടെക്. 10th പ്രിലിംസ് അടുത്ത ഘട്ടങ്ങളിൽ പരീക്ഷ എഴുതുന്നവർ ഉറപ്പായും പഠിച്ചിരിക്കേണ്ട കുറച്ച് ചോദ്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഉറപ്പായിട്ടും 2-3 മാർക്ക് ഈ ഒരു ക്ലാസ്സിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അത്രയ്ക്കും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്, എല്ലാം മുൻവർഷ ചോദ്യങ്ങളാണ്. ഓക്കെ, ക്ലാസ്സിലേക്ക് പോകാം. SCERT പാഠഭാഗങ്ങൾക്ക് പ്രത്യേകം പരിഗണന നൽകിയ ചോദ്യങ്ങളാണ് എല്ലാം. ഓക്കെ, നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കാം. ആദ്യത്തെ ചോദ്യം, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? ബംഗാൾ. ബംഗാളാണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്നറിയപ്പെടുന്ന സ്ഥലം. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ആദ്യകാല നേതാക്കളിൽ ഭൂരിഭാഗവും എവിടെ നിന്നുള്ളവരായിരുന്നു? ബംഗാളിൽ നിന്നുള്ളവരായിരുന്നു. 1905 ബ്രിട്ടീഷുകാർ ബംഗാളിനെ വിഭജിച്ചതിനെതിരെ ഉയർന്നു വന്ന പ്രസ്ഥാനത്തിന്റെ പേരെന്താ? സ്വദേശി പ്രസ്ഥാനം. സ്വദേശി പ്രസ്ഥാനം. സ്വദേശി പ്രസ്ഥാനത്തിന്റെ ആവിർഭാവത്തോടെ ഇന്ത്യൻ ദേശീയത കൂടുതൽ ശക്തിപ്പെടുകയാണ് ചെയ്തത്. ഇനി സ്വദേശി പ്രസ്ഥാന കാലത്ത് ആരംഭിച്ച സ്ഥാപനങ്ങൾ ഏതൊക്കെ? SCERT ഫാക്ട് ആണ്, ഇമ്പോർട്ടന്റ് ഫാക്ട്സ്. ബംഗാളി കെമിക്കൽ സ്റ്റോർ എവിടെയാണ് ആരംഭിച്ചത്? ബംഗാളിലാണ് ആരംഭിച്ചത്. സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി എവിടെയാണ് ആരംഭിച്ചത്? തമിഴ്നാട്ടിലാണ് ആരംഭിച്ചത്. ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി എവിടെയാണ് ആരംഭിച്ചത്? മഹാരാഷ്ട്രയിലാണ് ആരംഭിച്ചത്. അപ്പൊ ഈ സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി തമിഴ്നാട്ടിലാണ് ആരംഭിച്ചത് എന്ന് പറഞ്ഞില്ലേ? തമിഴ്നാട്ടിൽ സ്വദേശി പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയുടെ പേരെന്താണ്? PSC പ്രീവിയസ് ക്വസ്റ്റ്യൻ. VO ചിദംബരം പിള്ള. കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെടുന്നത് ആരാ? പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. VO ചിദംബരം പിള്ളയാണ് കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെടുന്നത്. ഇനി PSCയുടെ ഒരു 10 പ്രീവിയസ് ക്വസ്റ്റ്യൻ പിടിച്ചോളൂ. ആദ്യത്തെ ചോദ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രഥമ വനിതാ പ്രസിഡന്റിന്റെ പേരെന്ത്? ആനി ബസന്റ്. ഗദ്ദാർ പാർട്ടിയുടെ നേതാവ് ആരാണ്? ലാലാ ഹാർദയാൽ. അഭിനവ് ഭാരത് എന്ന വിപ്ലവ സംഘടന ആരംഭിച്ചതാര്? VD സവർക്കർ. സത്യശോധക് സമാജത്തിന്റെ സ്ഥാപകൻ ആര്? ജ്യോതിറാവു ഭൂലെ. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയ വൈസ്രോയി ആര്? കോൺവാലീസ് പ്രഭു. ഇവിടെ ഹർഷിതം എജ്യൂടെക് ആപ്പിൽ ഈ വർഷം നടക്കാനിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷയായ അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാച്ചിൽ ഫുൾ സിലബസ് കവറേജ് ആയിട്ടുള്ള ക്ലാസ് ആണ്. വളരെ തുച്ഛമായിട്ടുള്ള ഫീസിൽ നിങ്ങൾക്ക് കിട്ടുന്നത്. സ്റ്റഡി പ്ലാനോട് കൂടിയാണ്. അപ്പോൾ ടൈം ടേബിൾ വൈസ് ക്ലാസ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ തന്നെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് week 1 ആദ്യത്തെ വീക്കിലെ ടൈം ടേബിൾ, അതിൽ ആദ്യത്തെ വീക്കിൽ 5 ദിവസം, Day 1, Day 2, Day 3, Day 4, Day 5. Day 1 എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് കൊടുത്തിട്ടുണ്ട്. Day 2, Day 3, Day 4, Day 5. ഈ 5 ദിവസം നിങ്ങൾ പഠിച്ചിട്ട് 2 ദിവസം റിവൈസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ തിങ്കൾ മുതൽ വെള്ളി വരെ നിങ്ങൾ പഠിച്ചു. ശനിയും ഞായറും റിവൈസ് ചെയ്യുക. ഞായറാഴ്ച രാത്രി അറ്റൻഡ് ചെയ്യാനുള്ള ടെസ്റ്റും ഞാൻ അതിനകത്ത് ഇട്ടിട്ടുണ്ട്. അങ്ങനെ വീക്ക്ലി week 1, week 2 ആയിട്ട് ഞാൻ ഓൾറെഡി അതിനകത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതൊരു ഷോർട്ട് കറണ്ട് അഫയേഴ്സ്, മന്ത്ലി കറണ്ട് അഫയേഴ്സ്, PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ്, പുതിയ SCERT 5, 7, 9 ക്ലാസ്സുകളിലെ SCERT പാഠപുസ്തകങ്ങളിലെ വസ്തുതകൾ ചാപ്റ്റർ വൈസ് ആയിട്ട് തന്നെയാണ് എടുക്കുന്നത്. എല്ലാം ഈ ഒരൊറ്റ കോഴ്സിൽ നിങ്ങൾക്ക് തുച്ഛമായ ഫീസിൽ എക്സാം കഴിയുന്നത് വരെ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഹർഷിതം എജ്യൂടെക് ആപ്പിലാണ് ക്ലാസ് വരുന്നത്. അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ ബാച്ച് മാത്രമല്ല, ഫയർമാന്റെ ബാച്ച് നടക്കുന്നു. ജനറൽ PSC, അതുപോലെ ഇനി വരാനിരിക്കുന്ന കമ്പനി LGS, ബെവ്കോ LD, VFA മുതലായ ബാച്ചുകളിൽ ഒരുപാട് ബാച്ചുകൾ നമ്മുടെ ആപ്പിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. എല്ലാം വളരെ തുച്ഛമായിട്ടുള്ള ഫീസിലാണ് കേട്ടോ. അപ്പോൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്ന ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കൂടാതെ പ്ലേ സ്റ്റോറിൽ ഹർഷിതം എജ്യൂടെക് എന്ന് സെർച്ച് ചെയ്താലും നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ബ്രിട്ടീഷ് പാർലമെന്റിൽ അംഗമായ ആദ്യ ഭാരതീയൻ ആരാണ്? ദാദാഭായി നവറോജി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ ഏത് പ്രമുഖ വ്യക്തിയാണ് ബർദോളി സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? സർദാർ വല്ലഭായ് പട്ടേൽ. ചരിത്രപ്രസിദ്ധമായ ദണ്ഡി യാത്ര നടന്നത് ഏത് വർഷമായിരുന്നു? 1930. സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ സ്ഥാപകൻ ആര്? ഗോപാലകൃഷ്ണ ഗോഖലെ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിക്കപ്പെട്ട വർഷം ഏത്? 1885. 10 ചോദ്യങ്ങൾ, 10 മുൻവർഷ ചോദ്യങ്ങൾ എല്ലാം ഒന്നുകൂടെ പറയാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രഥമ വനിതാ പ്രസിഡന്റ് ആരാണ്? ആനി ബസന്റ്. ബ്രിട്ടീഷ് പാർലമെന്റിൽ അംഗമായ ആദ്യ ഭാരതീയൻ ആര്? ദാദാഭായ് നവറോജി. ഭാരതത്തിൽ
പ്രത്യേക നിയോജക മണ്ഡല സമ്പ്രദായം നടപ്പിൽ വരുത്തിയ നിയമപരിഷ്കാരം ഏതാണ്? ഇന്ത്യൻ കൗൺസിൽ നിയമം 1909 പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യൻ കൗൺസിൽ നിയമം 1909 ഭാരതത്തിൽ പ്രത്യേക നിയോജക മണ്ഡല സമ്പ്രദായം നടപ്പിൽ വരുത്തിയ നിയമപരിഷ്കാരമാണ്. ചരിത്രപ്രസിദ്ധമായ ദണ്ഡി യാത്ര നടന്നത് ഏത് വർഷം? 1930. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ ഏതു പ്രമുഖ വ്യക്തിയാണ് ബർദോളി സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? സർദാർ വല്ലഭായ് പട്ടേൽ. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയ വൈസ്രോയി ആരാണ്? കോൺവാലിസ് പ്രഭുവാണ്. ഗദ്ദാർ പാർട്ടിയുടെ നേതാവാര്? ലാലാ ഹാർദയാൽ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിക്കപ്പെട്ട വർഷം ഏത്? 1885. അഭിനവ് ഭാരത് എന്ന വിപ്ലവ സംഘടന ആരംഭിച്ചതാര്? വി ഡി സവർക്കർ. സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ സ്ഥാപകൻ ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെ. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ വള്ളത്തോൾ നാരായണ മേനോന്റെ കൃതികളിൽ പെടാത്തത് ഏതാണ്? പ്രേമാശ്രമം. കഴിഞ്ഞ ഫേസിലും ചോദിച്ചിട്ടുണ്ടായിരുന്നു ചോദ്യം. എന്റെ ഗുരുനാഥൻ, ബാപ്പുജി, ഇന്ത്യയുടെ കരച്ചിൽ എന്നിവ വള്ളത്തോൾ നാരായണ മേനോന്റെ കൃതികളാണ്. അപ്പോൾ വള്ളത്തോൾ നാരായണ മേനോൻ ഏതു ഭാഷയിലാണ് രചിച്ചിരുന്നത്? മലയാളം ഭാഷ. ഇദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ SCERT പറഞ്ഞിരിക്കുന്ന കൃതികൾ എന്റെ ഗുരുനാഥൻ, ബാപ്പുജി, ഇന്ത്യയുടെ കരച്ചിൽ. ഇത് ഓരോന്നും ചോദ്യങ്ങളാണ്. പ്രേംചന്ദ് ഹിന്ദി സാഹിത്യകാരനാണ്. ഇദ്ദേഹത്തിന്റെ കൃതികൾ പ്രേമാശ്രമം, രംഗഭൂമി, സേവാ സദൻ, ഗോദാൻ. അപ്പോൾ ഓപ്ഷൻ എ പ്രേമാശ്രമം ആരുടേതാണ്? പ്രേംചന്ദ്. പ്രേമാശ്രമം പ്രേംചന്ദ്. രംഗഭൂമി പ്രേംചന്ദ്. സേവാ സദൻ പ്രേംചന്ദ്. ഗോദാൻ പ്രേംചന്ദ്. സുബ്രഹ്മണ്യ ഭാരതി, കഴിഞ്ഞ എക്സാമിന് ചോദിച്ച സുബ്രഹ്മണ്യ ഭാരതിയുടെ കൃതിയാണ് പാഞ്ചാലി ശബദം. കളിപ്പാട്ട്, കണ്ണൻ പാട്ട്, കുയിൽപ്പാട്ട്. പാഞ്ചാലി ശബദം, കളിപ്പാട്ട്, കുയിൽപ്പാട്ട്, കണ്ണൻ പാട്ട് എന്നിവ സുബ്രഹ്മണ്യ ഭാരതിയുടെ കൃതികളാണ്. ഭാഷ ഏത്? തമിഴാണ്. തമിഴ്. വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കറിന്റെ പ്രധാനപ്പെട്ട കൃതിയാണ് നിബന്ധമാല. ഏതാ ഭാഷ? മറാത്തി ഭാഷ. രവീന്ദ്രനാഥ ടാഗോർ പ്രധാനപ്പെട്ട കൃതികൾ ഗോര ഗീതാഞ്ജലി. ഭാഷ ഏതാണ്? ബംഗാളി ഭാഷ. അൽതാഫ് ഹുസൈൻ ഹാലി, ഹയാത്ത് ഇ സാദി, ഹയാത്ത് ഇ ജവീദ് എന്നിവ അൽതാഫ് ഹുസൈൻ ഹാലിയുടെ കൃതികളാണ്. ഭാഷ ഏത്? ഉറുദു ഭാഷ. ഇനി വള്ളത്തോളിന്റെ 3 കൃതികളാണ് ഇവിടെ തന്നിരിക്കുന്നത്. എന്റെ ഗുരുനാഥൻ, ബാപ്പുജി, ഇന്ത്യയുടെ കരച്ചിൽ. അദ്ദേഹത്തിന്റെ മറ്റു പ്രധാന കൃതികൾ നോക്കിക്കോളൂ. അച്ഛനും മകളും, മഗ്ദലന മറിയം, കൊച്ചു സീത, ചിത്രയോഗം, ബദിരവിലാപം, ബന്ധനസ്ഥനായ അനിരുദ്ധൻ, ശിഷ്യനും മകനും, സാഹിത്യമഞ്ജരി. ഇവയൊക്കെ വള്ളത്തോളിന്റെ പ്രധാന കൃതികൾ. ഈ ഓരോന്നും ചോദ്യങ്ങളാണ്. ബന്ധനസ്ഥനായ അനിരുദ്ധൻ, അച്ഛനും മകളും, ശിഷ്യനും മകനും, ചിത്രയോഗം, ബദിരവിലാപം, സാഹിത്യമഞ്ജരി, മഗ്ദലന മറിയം, കൊച്ചു സീത എന്നിവ വള്ളത്തോൾ നാരായണ മേനോന്റെ പ്രധാന കൃതികളാണെന്ന് ഓർക്കുക. അടുത്ത ചോദ്യം, ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? അരുണ ആസഫ് അലിയെയാണ് ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത്. ക്വിറ്റ് ഇന്ത്യ സമര നായകൻ ആര്? ജയപ്രകാശ് നാരായണനാണ് ക്വിറ്റ് ഇന്ത്യ സമര നായകൻ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരം ഏതാണ്? ക്വിറ്റ് ഇന്ത്യ സമരം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആരംഭിക്കാനിടയായ പ്രധാന സാഹചര്യം എന്ത്? ക്രിപ്സ് മിഷന്റെ പരാജയം. ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചതാരാണ്? ജവഹർലാൽ നെഹ്റു ആണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത്. ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആരായിരുന്നു? മൗലാന അബുൽ കലാം ആസാദ്. ഇന്ത്യയുടെ ആദ്യത്തെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായ മൗലാന അബുൽ കലാം ആസാദ് ആയിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ കോൺഗ്രസിന്റെ പ്രസിഡന്റ്. ഇനി ഒരു 10 പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കാം. റെഗുലേറ്റിംഗ് ആക്ട് ഇന്ത്യയിൽ നടപ്പിലാക്കിയത് ആരുടെ ഭരണകാലത്താണ്? വാറൻ ഹേസ്റ്റിംഗ്സിന്റെ ഭരണകാലത്താണ് റെഗുലേറ്റിംഗ് ആക്ട് ഇന്ത്യയിൽ നടപ്പിലാക്കിയത്. ഐത്തോചാടന പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം ഏതാ? കാക്കിനാഡ സമ്മേളനം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനം ചേർന്നത് എവിടെയാണ്? ബോംബെയിലാണ്. 1885 മുതൽ 1905 വരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാക്കൾ അറിയപ്പെട്ടിരുന്നത് ഏത് പേരിൽ? മിതവാദികൾ എന്ന പേരിൽ. 1929 ലാഹോർ കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു. ബംഗാൾ വിഭജനം റദ്ദു ചെയ്ത ഇന്ത്യൻ വൈസ്രോയി ആരായിരുന്നു? ഹാർഡിഞ്ച് സെക്കൻഡ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സിംല ഉടമ്പടി ഒപ്പുവെച്ച വർഷം ഏതാ?
1972 1972. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായ ആദ്യത്തെ മലയാളി ആരാണ്? സർ സി ശങ്കരൻ നായർ. സർ സി ശങ്കരൻ നായർ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപകൻ ആര്? A.O. ഹ്യൂം ആണ്. A.O. ഹ്യൂം. ഇനി 1929 ലാഹോർ കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു. 10 ചോദ്യങ്ങൾ ഒന്നുകൂടെ പറയാം. റെഗുലേറ്റിംഗ് ആക്ട് ഇന്ത്യയിൽ നടപ്പിലാക്കിയത് ആരുടെ ഭരണകാലത്ത്? വാറൻ ഹേസ്റ്റിംഗ്സിന്റെ ഭരണകാലത്ത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനം ചേർന്നത് ബോംബെയിലാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപകൻ ആര്? A.O. ഹ്യൂം. 1929 ലാഹോർ കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആര്? ജവഹർലാൽ നെഹ്റു. ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായ ആദ്യ മലയാളി ആരാണ്? സർ സി ശങ്കരൻ നായർ. ബംഗാൾ വിഭജനം റദ്ദ് ചെയ്ത ഇന്ത്യൻ വൈസ്രോയി ആരായിരുന്നു? ഹാർഡിഞ്ച് സെക്കൻഡ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സിംല ഉടമ്പടി ഒപ്പുവെച്ച വർഷം 1972. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് എന്ന് പ്രഖ്യാപിച്ച 1929 സമ്മേളനം നടന്ന സ്ഥലം ഏത്? ലാഹോർ ആണ്. 1885 മുതൽ 1905 വരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാക്കൾ അറിയപ്പെട്ടിരുന്നത് ഏത് പേരിൽ? മിതവാദികൾ എന്ന പേരിൽ. ഇനി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച സമയത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആരായിരുന്നു? JB കൃപലാനി ആയിരുന്നു. JB കൃപലാനി. അടുത്ത ചോദ്യം, സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യ മഹിളാ സഭ എന്ന സംഘടന സ്ഥാപിച്ചത് ആര്? പണ്ഡിത രമാഭായി ആണ്. പണ്ഡിത രമാഭായി. അപ്പോൾ പണ്ഡിത രമാഭായി ബൈബിൾ മറാത്തി ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയ വ്യക്തി ആരാണ്? പണ്ഡിത രമാഭായി ആണ്. ശാരദാ സദൻ സ്ഥാപിച്ച വർഷം ഏതാണ്? 1889 ശാരദാ സദൻ സ്ഥാപിച്ചത്. വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനു വേണ്ടി പണ്ഡിത രമാഭായി ബോംബെയിൽ ആരംഭിച്ച സ്ഥാപനമാണ് ഏത്? ശാരദാ സദൻ. ശാരദാ സദൻ. ജാതി വ്യവസ്ഥയെയും വിഗ്രഹ ആരാധനയും എതിർത്ത നവോത്ഥാന നായകനാണ് സ്വാമി ദയാനന്ദ സരസ്വതി. സ്വാമി ദയാനന്ദ സരസ്വതി. സ്വാമി ദയാനന്ദ സരസ്വതി ആരംഭിച്ച സംഘടനയാണ് ആര്യ സമാജം. വർഷം 1875. വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്ത നവോത്ഥാന നായകനാണ് ആര്? ദയാനന്ദ സരസ്വതി. സ്ത്രീകൾക്ക് വേണ്ടി വീരേശലിംഗം പന്തലു ആരംഭിച്ച മാസികയാണ് സതിഹിത ബോധിനി. സതിഹിത ബോധിനി. PSC പ്രീവിയസ് ക്വസ്റ്റ്യൻ. സതിഹിത ബോധിനി എന്ന മാസിക ആരംഭിച്ചത് ആരാണ്? വീരേശലിംഗം പന്തലു. വീരേശലിംഗം പന്തലു ആണ്. ഇനി വിധവകളുടെ വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുകയും ജാതി വ്യവസ്ഥയെ എതിർക്കുകയും ചെയ്ത നവോത്ഥാന നായകനാണ് ആര്? ജ്യോതിറാവു ഭൂലെ. ജ്യോതിറാവു ഭൂലെ. ഇനി PSCയുടെ 10 പ്രീവിയസ് ക്വസ്റ്റ്യൻ പിടിച്ചോ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ 1922 പ്രാധാന്യം എന്താണ്? ചൗരി ചൗര സംഭവമാണ്. ചൗരി ചൗര സംഭവം. ഇന്ത്യൻ സാമൂഹ്യ വിപ്ലവത്തിന്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ആര്? പ്രീവിയസ് ക്വസ്റ്റ്യൻ. ജ്യോതിറാവു ഭൂലെയാണ് ഇന്ത്യൻ സാമൂഹ്യ വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. നാഷണൽ ഹെറാൾഡ് എന്ന പത്രത്തിന്റെ സ്ഥാപകൻ ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ അണുശക്തി നിലയം ഏത്? താരാപൂർ അണുശക്തി നിലയമാണ് ഇന്ത്യയിലെ ആദ്യത്തെ അണുശക്തി നിലയം. മഹാത്മാഗാന്ധി വധിക്കപ്പെട്ടതെന്ന 1948 ജനുവരി 30. 1948 ജനുവരി 30 മഹാത്മാഗാന്ധി വധിക്കപ്പെട്ടത്. തിയോസഫിക്കൽ സൊസൈറ്റിയുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട വ്യക്തികൾ അല്ലെങ്കിൽ സ്ഥാപകർ ആരെല്ലാം? മാഡം ബ്ലാവിഡ് സ്കീം കേണൽ ഓൾക്കോട്ടുമാണ്. മാഡം ബ്ലാവിഡ് സ്കീം കേണൽ ഓൾക്കോട്ടുമാണ് തിയോസഫിക്കൽ സൊസൈറ്റിയുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട വ്യക്തികൾ. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് പറഞ്ഞ മഹാൻ ആരാണ്? ഗാന്ധിജിയാണ്. കേസരി ദിനപത്രത്തിന്റെ പ്രസാധകനായിരുന്നു ആര്? ബാലഗംഗാധര തിലക്. ബാലഗംഗാധര തിലക്. ധീര വിപ്ലവകാരി ഷഹീദ് ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയ ദിവസം ഏതായിരുന്നു? 1931 മാർച്ച് മാസം 23. 1931 മാർച്ച് മാസം 23. മഹാത്മാഗാന്ധി വധിക്കപ്പെട്ടത് എന്നാണ്? 1948 ജനുവരി 30. 1948 ജനുവരി 30. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. 100-ലധികം ഫാക്ട്സ് ഒരൊറ്റ ക്ലാസ്സിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. ഇതുപോലത്തെ ക്ലാസ് നിങ്ങൾ റിപ്പീറ്റ് അടിച്ചു കണ്ടോളൂ, എന്തായാലും മാർക്ക് ഉറപ്പിക്കാം. നേരത്തെ പറഞ്ഞതുപോലെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ ക്ലാസ്സുകൾ നടന്നു വരികയാണ്. പുതിയ ബാച്ച് 10th മെയിൻസിന് പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാത്തിനും അഡ്മിഷൻ ഓപ്പൺ ആണ്. വളരെ തുച്ഛമായ ഫീസേ ഉള്ളൂ. ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. കൂടാതെ പ്ലേ സ്റ്റോറിൽ ഹർഷിതം എഡ്യൂടെക് എന്ന് സെർച്ച് ചെയ്താൽ നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അടുത്ത ക്ലാസ്സിൽ വീണ്ടും